എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രത്തോളം പരീക്ഷിക്കപ്പെടുന്നതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. പേരറിയാത്ത എത്ര സൂക്കേടാന്നറിയോ? മനുഷ്യരെ ഈ പവറൊക്കെ എന്തുകൊണ്ടാ? അല്ല ഇപ്പോഴും നിങ്ങളെ കാക്കുന്നത് കൊണ്ടാ അല്ലേ? ഞാൻ പറയാറുണ്ട്, 12 ഞരമ്പുകളെ കൊണ്ടാണ് പടച്ചോൻ കണ്ണു പടച്ച്. 12 ഞരമ്പുകൾക്കും പടച്ചോൻ ഓരോ നിറവും ഓരോ അടയാളവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ ഈ കസേരന്റേത് ചുവപ്പാ നിന്റെ കണ്ണിലെത്തുന്നത് സെക്കൻഡ് വ്യത്യാസത്തിലാ. സെക്കൻഡ് വ്യത്യാസത്തിൽ ഞാൻ അത് നോക്കുമ്പോഴേക്കും അത് ചോപ്പാണ് എന്ന് എന്റെ കണ്ണിന്റെ ഞരമ്പുകളിലൂടെ തലച്ചോറിനെ ബോധ്യപ്പെടുത്തി, ആ തലച്ചോറിനെ മനസ്സിനെ ബോധ്യപ്പെടുത്തി, ആ മനസ്സിലൂടെ നാവുമ്മൽ വെച്ചിട്ട് പടച്ചോൻ പറഞ്ഞു ചുവപ്പാ, ഇത് കറുപ്പാന്ന്. 12 ഞരമ്പുകളെ കൊണ്ട് വർണ്ണലോകത്തിന്റെ വിസ്മയം കാണിച്ചെന്ന ഈ ഞരമ്പിൽ ഒന്നിനൊരു ക്ഷീണം പറ്റിയാലുണ്ടല്ലോ, കുടുംബം വിറ്റ് ചികിത്സിച്ചാലും അത് തിരിച്ചിട്ടൂല. ഇനി ഞാൻ പറയാറുണ്ട്, ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള ഒരു ഡയാലിസിസ് സെന്ററിന്റെ മിഷൻ, ആ മിഷൻ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിരിവെടുക്കാൻ തുടങ്ങി പള്ളിന്ന്. ഞാൻ ചോദിച്ചു മിഷൻ എത്രയാ അതിന്റെ സർവീസിന് വില? ഒരു പറഞ്ഞു 70,000 കൊടുക്കണം. മിഷൻ 6-7 ലക്ഷം റുപ്യ. ഈ പറയുന്ന മിഷന്റെ ഉപകരണത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഡയാലിസിസ് മിഷന്റെ അതിൽ 2 വയറുകൾ ഉണ്ടാകും. ഒരു വയർ ഒരു ഞരമ്പ് ഇങ്ങോട്ട് കുത്തും, ബ്ലഡ് ഒക്കെ അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അത് അതിന്റെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിച്ച് വേറൊരു വയറിൽ കൂടെ അടുത്ത ഞരമ്പിലേക്ക് കുത്തിക്കയറ്റും. ബ്ലഡിന്റെ ശുദ്ധീകരണത്തിനാണ് ഡയാലിസിസ് മെഷീൻ. ആ ഡയാലിസിസ് മെഷീന്റെ വില 8 ലക്ഷം. 3 കൊല്ലത്തെ അവരെ വാറണ്ടി എന്ന് പറയുന്നുള്ളൂ. പിന്നെ സർവീസ് നടത്താൻ ഓരോ കൊല്ലവും 70,000 വേണം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് 42 വയസ്സായി. 42 കൊല്ലായിട്ട് നെഞ്ചിന്റെ ഉള്ളിലെ കിഡ്നി, ആ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം ഡയാലിസിസിന്റെ മിഷൻ ചെയ്യുന്ന പ്രവർത്തന. ഡയാലിസിസിന്റെ മിഷൻ എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കിഡ്നിയാ. ഒരു മെയിന്റനൻസ് പടച്ചോനോട് ചോദിച്ചിട്ടില്ല. ഒരു ദിവസം പോലും പടച്ചോൻ അത് പ്രവർത്തിപ്പിക്കാതിരുന്നിട്ടില്ല. ഇന്നും അതിൽ ലിറ്റർ കണക്കിന് ബ്ലഡ് കയറുന്നു ഇറങ്ങുന്നു. ചെറുകൊടലും വൻകൊടലിലൂടെയും ചെറിയ രോമങ്ങളെ പോലെയുള്ള കൊടലിൽ പറ്റിക്കിടക്കുന്ന രോമങ്ങളിലൂടെ പടച്ചോൻ മാംസത്തെയും സസ്യത്തെയും ഘടകങ്ങളാക്കി കഷണങ്ങളാക്കി ദഹിപ്പിച്ച് ആവശ്യമുള്ളത് മനുഷ്യന്റെ രക്തത്തിലേക്കും ആവശ്യമില്ലാത്തത് വിസർജനാളത്തിലേക്കും കൊണ്ട് എത്തിച്ചേരുന്നു. ഒരൊറ്റ രാത്രി